ഹായ് ഓൾ, MCH 022 സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇനി ഫർദർ ബ്ലോക്ക് 1 സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന യൂണിറ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു പാർട്ട് 1 വീഡിയോയില് ഇൻട്രൊഡക്ഷൻ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെർമിനോളജി ഇൻക്ലൂഡഡ് ഇൻ ദ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ആദ്യം എന്താണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് നോക്കാം. Solvent extraction is also known as liquid extraction, and ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ടെക്നിക് ആണ്. കോസ്റ്റ് ഫ്രണ്ട്ലി, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് വെരി കൺവീനിയന്റ് ഓൾസോ. ആൻഡ് ഇത് നമുക്ക് മൈക്രോ ആൻഡ് മാക്രോ ലെവലിലുള്ള സൊല്യൂട്ട് അല്ലെങ്കിൽ കോമ്പണൻസ് ഇൻ എ സൊല്യൂഷൻ ഓർ എ സാമ്പിൾ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെയാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ അടുത്ത് ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂട്ടിനെ നമ്മൾ വേറൊരു ഇമ്മിസിബിൾ സോൾവെന്റ് യൂസ് ചെയ്ത് ആ സോൾവെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ എങ്ങനെയാണ്? നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു സൊല്യൂട്ട് സോൾവെന്റ് പ്രസന്റ് ആണ്, ആൻഡ് ആ സൊല്യൂട്ടിനെ വേറൊരു ഇമ്മിസിബിൾ സോൾവെന്റ് യൂസ് ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കാം. When a solute is brought in contact with two immiscible solvents, the solute distributes itself in a fixed ratio in the two solvents. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു സൊല്യൂട്ട് രണ്ട് ഇമ്മിസിബിൾ സോൾവെന്റ്സ്. സോ ഇമ്മിസിബിൾ സോൾവെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ് ആവാത്ത, രണ്ടും കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവാത്ത സോൾവെന്റ്സിനെയാണ് ഇമ്മിസിബിൾ സോൾവെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഇമ്മിസിബിൾ സോൾവെന്റ്സിൽ സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു ഒരു ഫിക്സഡ് റേഷ്യോയില്. സോ ഇതാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സെപ്പറേഷൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു സൊല്യൂട്ട് അല്ലെങ്കിൽ ഒരു കോമ്പണന്റ് നമുക്ക് ഒരു സൊല്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പ്യൂരിഫിക്കേഷൻസ്. ഇപ്പൊ ഇംപ്യൂരിറ്റീസ് സൊല്യൂട്ടിൽ അലോങ് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് പ്യുവർ ആയിട്ടുള്ള കോമ്പണന്റ് കിട്ടും. അപ്പൊ പ്യൂരിഫിക്കേഷനും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ എൻറിച്ച്മെന്റ്. ആൻഡ് ഓൾസോ ഈ ഒരു ടെക്നിക്ക് ഓർഗാനിക് ആസ് വെൽ ആസ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, സെപ്പറേഷന് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മെയിൻലി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക മെറ്റൽ അയൺസിന്റെ എക്സ്ട്രാക്ഷൻ ആയിരിക്കും. സോ ഇത്രയാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആണ്. അതിൽ തന്നെ ആദ്യം വരുന്നത് ഫേസ് റൂൾ കൺസിഡറേഷൻ ആണ്. ഈ ഒരു പാർട്ടിൽ ഫേസ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സോൾവെന്റ് എക്സ്ട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നായിരിക്കും കാണുന്നുണ്ടാവുക. സോ ഗിബ്സ് ഫേസ് റൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ, എല്ലാവരും പഠിച്ച ഒരു റൂളാണ്. എന്നാൽ കൂടെ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. സോ ഗിബ്സ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയ, the number of degrees of freedom, the number of phases, and the number of components will be related to each other at a constant pressure and temperature. So ഇതാണ് ഗിബ്സ് റൂൾ പറയുന്നത്. എന്താണ് ഗിബ്സ് റൂൾ പറയുന്നത്? അതെ, the number of degrees of freedom. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ നമുക്ക് എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ വി എന്നും പറയാം കേട്ടോ. അതായത് വേരിയൻസ്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും വേരിയൻസും സെയിം ആണ്. സോ അതും നമ്പർ ഓഫ് ഫേസസ് പി ആൻഡ് നമ്പർ ഓഫ് കോമ്പണൻസ് വി, ഇത് മൂന്നും എന്താണ്? റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഗിബ്സ് ഫേസ് റൂൾ. ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഗിബ്സ് ഫേസ് റൂളിൽ വരുന്ന ഇക്വേഷൻ ഇതാണ്. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് എങ്ങനെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാം എന്ന് നോക്കാം. സോ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. എന്താണ്? അതെ, നമ്മുടെ ഒരു സൊല്യൂട്ട് അല്ലെ, ഒരു സൊല്യൂട്ട് രണ്ട് ഇമ്മിസിബിൾ സോൾവെന്റ്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ് അല്ലേ? അതാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓരോ ടേംസിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പി എന്താണ്, പി എന്താണെന്നൊക്കെ പറയാൻ പറ്റുമോ? സി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമുക്ക് പി നോക്കാം. പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണ്. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് ഫേസസ് ആണ് വരുന്നത്?
രണ്ട് ഇമ്മിസിബിൾ സോൾവെന്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് ഫേസസ് ആണ് വരുന്നത്. വേറാസ് മിസിബിൾ സോൾവെന്റ്സ് ആയിരുന്നെങ്കിലോ അവിടെ ഒറ്റ ഫേസേ വരുള്ളായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇമ്മിസിബിൾ സോൾവെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഫേസസ് വരുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് കോമ്പണൻസ് സി, എത്ര കോമ്പണൻസ് ആ വരുന്നത്? ഒരു സൊല്യൂട്ട് തന്നെയാണ് രണ്ട് ഇമ്മിസിബിൾ സോൾവെന്റ്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ സൊല്യൂട്ടിന്റെ കോമ്പോസിഷൻ മാറുന്നുണ്ടോ? ഇല്ല, സെയിം ആണ്. അപ്പൊ അവിടെ ഒറ്റ കോമ്പണന്റ് അല്ലേ വരുന്നുള്ളൂ. അപ്പോ നമ്പർ ഓഫ് കോമ്പണന്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി അല്ലെങ്കിൽ എഫ് കണ്ടുപിടിച്ചൂടെ? എഫ് എന്തായിരിക്കും അപ്പൊ വരാ? 1 മൈനസ് 2 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വേരിയൻസ് അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് കിട്ടി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഓക്കെ. അതിനു മുമ്പ് എന്താണ് വേരിയൻസ് അല്ലെങ്കിൽ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം അതിനെ? അതെ, ഇറ്റ് ഇസ് എ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് റിക്വയർഡ് ടു ഡിഫൈൻ എ സിസ്റ്റം. ഓക്കെ. ഇപ്പോ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് റിക്വയർഡ് ടു ഡിഫൈൻ എ സിസ്റ്റം ആണ്. സോ ഇവിടെ നമ്മൾ ഒരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ്. എന്ത് വേണമെങ്കിലും അത് ആവാം, ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, കോൺസെൻട്രേഷൻ ആവാം, എനിത്തിങ്. പക്ഷെ ഇവിടെ നമ്മൾ വേരിയൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. Concentration of the solute in one phase fixes the concentration in the other phase, and there is a definite relationship between solute concentration and each solvent. അപ്പോൾ ഒരു രണ്ട് ഡിഫറെന്റ് സോൾവെന്റിലും സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷന് ഒരു ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും കൂടെ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇത്രയാണ് ഫേസ് റൂൾ കൺസിഡറേഷനിൽ വരുന്നത്. ആൻഡ് ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. സോ നേൺസ് ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് നമ്മുടെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്. സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് നോക്കാം. സോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: a solute will distribute itself between two immiscible solvents in such a manner that at equilibrium the ratio of concentration of the solute in the two phases at a particular temperature will be a constant provided the solute has the same molecular weight in each of the phases. ഇവിടെ എന്താ പറയുന്നത്? സൊല്യൂട്ട് എങ്ങനെയാണ് രണ്ട് ഇമ്മിസിബിൾ സോൾവെന്റ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സോ അറ്റ് ഇക്വിലിബ്രിയം the ratio of concentration of the solute in two phases at particular temperature will be constant. അവിടെ എന്താ പറയുന്നത്? അപ്പോ റേഷ്യോ അല്ലെ, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷന്റെ റേഷ്യോ, രണ്ട് ഫേസിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ മൊത്തത്തിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷന്റെ റേഷ്യോ ഇൻ ടു ഫേസസ് വിൽ ബി എ കോൺസ്റ്റന്റ്. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ട് ഇക്വേഷനെ ഡിഫൈൻ ചെയ്യാം. സോ എൻ്റെ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് എൻ്റെ അടുത്ത് രണ്ട് ഡിഫറെന്റ് ഫേസസ്, 1ഉം phase 2ഉം എൻ്റെ അടുത്തുണ്ട്. ആൻഡ് phase 1ന്റെ കോൺസെൻട്രേഷൻ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് S1 ആണ്. ആൻഡ് അതേപോലെ തന്നെ phase 2ലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ S2 ആണെങ്കിൽ ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? റേഷ്യോ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ടു ഫേസസ് അല്ലെ. അപ്പൊ S2 concentration of solute in phase 2 divided by concentration of solute in phase 1 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ആ കോൺസ്റ്റന്റിനെ ഞാൻ KD എന്ന് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഈ KD എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് നേൺസ് ലോ ആണ്. സോ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ സൊല്യൂട്ട് രണ്ട് ഫേസസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഏതെങ്കിലും ഒരു ഫേസിൽ സൊല്യൂട്ടിന് ഡിസോസിയേഷനോ അസോസിയേഷനോ സംഭവിക്കുകയാണെങ്കിൽ നേൺസ് ലോ റൂൾ ഔട്ട് ചെയ്യപ്പെടും. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ബെൻസോയിക് ആസിഡിന്റെ എക്സ്ട്രാക്ഷൻ. സോ ഇവിടെ നമ്മൾ അക്വസ് ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറും
ഓർഗാനിക് ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബെൻസീനും ആണ്. അങ്ങനെയാണെങ്കിൽ അക്വസ് ഫേസിൽ എന്താ സംഭവിക്കുക ബെൻസോയിക് ആസിഡിന്? ബെൻസോയിക് ആസിഡ് ഇസ് എ വീക്ക് ആസിഡ്, സോ അവിടെ പാർഷ്യൽ അയണൈസേഷൻ ആണ് സംഭവിക്കുന്നത്, ദാറ്റ് ഇസ് ഡിസോസിയേഷൻ സംഭവിക്കുന്നു. വെറാസ് ഇൻ ഓർഗാനിക് ഫേസ്, അതായത് ബെൻസീൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? പാർട്ട്ലി ഡൈമറൈസ്ഡ് ആവാണ്, ദാറ്റ് ഇസ് അസോസിയേഷൻ അവിടെ സംഭവിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നെർൻസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ തെർമോഡൈനമിക് റിഗർ. ഇപ്പൊ നെർൻസ് ലോ എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നറിയോ? കോൺസെൻട്രേഷൻ ഇസ് വെരി ലോ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ നെർൻസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. കാരണം ഈ ഒരു കേസിൽ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആള് യൂണിറ്റി ആയിട്ട് മാറും. സോ എന്താണ് ഈ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ്? ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു തെർമോഡൈനമിക് ഫാക്ടർ ആണ്. സോ നോൺ ഐഡിയൽ കേസസിൽ നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നതിന് പകരം ആക്ടിവിറ്റി ടേം ആണ് യൂസ് ചെയ്യുന്നത്. സോ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ആക്ടിവിറ്റി ഓഫ് സൊല്യൂട്ട് ഇൻ phase 2 ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് ആക്ടിവിറ്റി ഓഫ് സൊല്യൂട്ട് ഇൻ phase 1 ആണ്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ആള്. സോ ഇത് എന്തായിരിക്കും? വെരി ലോ കോൺസെൻട്രേഷൻ ആയിരിക്കുന്ന സമയത്ത് 1 ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? KD is equal to concentration of S2 divided by concentration of S1 എന്ന് എഴുതാം. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുതൽ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള കേസസിൽ എന്താവും? ഈ γ2 ഡിവൈഡഡ് ബൈ γ1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് മാറും. സോ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ എങ്ങനെ എഴുതണം? എന്റെ ഇക്വേഷനെ മോഡിഫൈ ചെയ്യണ്ടേ? ആ കേസിൽ എങ്ങനെയാ വരിക? γ2 ഡിവൈഡഡ് ബൈ γ1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് S1 എന്നായിരിക്കും വരിക, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? K ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കാലോ. K ഡാഷ് ഇസ് ഈക്വൽ ടു γ2 ഡിവൈഡഡ് ബൈ γ1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സെക്കൻഡ് phase ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ phase 1 എന്ന് പറയാം. ആൻഡ് നോക്കുകയാണെങ്കിൽ ഈ ആളെ ഈ S2 ഡിവൈഡഡ് ബൈ S1 എന്ന് പറയുന്നത് KD ആണ്, അല്ലെ? അപ്പൊ എനിക്ക് ഇവിടത്തെ S2 ഡിവൈഡഡ് ബൈ S1നെയും KD എന്ന് എഴുതിക്കൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഇക്വേഷൻ എനിക്ക് മോഡിഫൈ ചെയ്തിട്ട് K ഡാഷ് ഇസ് ഈക്വൽ ടു γ2 ഡിവൈഡഡ് ബൈ γ1 ഇൻറ്റു KD എന്ന് എഴുതാൻ പറ്റില്ലേ? യെസ്. സോ ഇതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് നെർൻസ് ലോ വളരെ ഹൈ കോൺസെൻട്രേഷന്റെ കേസസിൽ ആപ്ലിക്കബിൾ അല്ല. സോ അതിന് നമുക്ക് ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എഴുതേണ്ടതുണ്ട്. സോ ഇതാണ് നമ്മുടെ രണ്ട് ലിമിറ്റേഷൻസ് നെർൻസ് ലോന്റെ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ സംഭവിക്കുന്ന സമയത്ത് നെർൻസ് ലോ ആപ്ലിക്കബിൾ അല്ലാന്ന്. സോ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റന്റിന് പകരം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റിന് പകരം ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. The stoichiometric distribution of component of interest in two phases regardless of the chemical form. So ഇവിടെ പറയുന്നുണ്ട് D is equal to total S, that is total solute in the concentration in organic phase divided by total solute in the concentration in aqueous phase ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ആ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. സോ ബെൻസോയിക് ആസിഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞത്? അക്വസ് ഫേസിൽ അത് ഇങ്ങനെ സ്പ്ലിറ്റ് ആവും എന്ന് പറഞ്ഞു. അതായത് ഞാൻ എഴുതി കാണിക്കാം. HBZ എന്ന് പറയുന്നതാണ് എന്റെ ബെൻസോയിക് ആസിഡ് എങ്കിൽ അത് അക്വസ് ഫേസിൽ H3O+ ആയിട്ടും BZ- ആയിട്ടുമാണ് അത് ഡിസോസിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ. ഇനി ഓർഗാനിക് ഫേസിൽ എങ്ങനെയാണ്? ഓർഗാനിക് ഫേസിൽ ഡൈമറൈസേഷൻ ആണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ 2BHBZ അതായത് രണ്ട് ബെൻസോയിക് ആസിഡ് ഡൈമറൈസേഷൻ സംഭവിച്ച് HBZ ഹോൾ ട്വൈസ് എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ എന്റെ എക്സ്പ്രഷൻ ഡിയുടെ എങ്ങനെ എനിക്ക് മോഡിഫൈ ചെയ്യണം? ഏതൊക്കെ ടേംസിലാണോ ബെൻസോയിക് ആസിഡ് ഉള്ളത്, അതായത് ബെൻസോയിക് ആസിഡ് എന്തൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എഴുതണം. സോ നോക്കിയേ, ഇവിടെ ഇനീഷ്യലി അക്വസ് ഫേസിൽ ഏതൊക്കെ ഉണ്ട്? HBZ ഉണ്ട്,
അതേപോലെ തന്നെ BZ ഉണ്ട് അല്ലെ, HBZ ആണ് BZ ആയിട്ട് മാറിയത്. സോ ഇത് രണ്ട് ടേംസും അക്വസ് ഫേസിൽ ഉണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. HBZ അക്വസ് ഫേസിലുണ്ട്, അതേപോലെ തന്നെ BZ മൈനസും അക്വസ് ഫേസിലുണ്ട്. ഓക്കെ, ഓർഗാനിക് ഫേസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഓർഗാനിക് ഫേസിൽ ഓർഗാനിക് ഫേസിൽ HBZ ഉം അതേപോലെ തന്നെ HBZ ഹോൾ ട്വൈസും ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ അതിനെ കോൺസെൻട്രേഷൻ ആയിട്ട് എഴുതുന്നുണ്ട്. HBZ ഉം അതേപോലെ തന്നെ HBZ ഹോൾ ട്വൈസും ഓർഗാനിക് ഫേസിലുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റന്റിന്റെ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഇക്വേഷൻ എന്തായിരുന്നു? KD is equal to concentration of solute in organic divided by concentration of solute in aqueous എന്നായിരുന്നില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെയാ കിട്ടുക? അപ്പൊ ഇതിനെ നമുക്ക് D എന്നാണ് എഴുതേണ്ടത്, കാരണം ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ ആണ്. സോ ഇവിടെ വരുന്നത് D ടേം ആണ്. അപ്പൊ എങ്ങനെയാ എഴുതുക? ഓർഗാനിക് ഫേസിൽ ആരൊക്കെ ഉണ്ട്? HBZ ഉണ്ട്, അതേപോലെ തന്നെ HBZ ഹോൾ ട്വൈസ് ഉണ്ട്. അപ്പൊ അതിനെ രണ്ടിനും ആദ്യം എഴുതണം. HBZ ദാറ്റ് ഇസ് ബെൻസോയിക് ആസിഡും ഉണ്ട്, അതിന്റെ ഡൈമറും ഉണ്ട്. ഓക്കെ, ഇനി അക്വസ് ഫേസിൽ ആരൊക്കെയാണ് ഉള്ളത്? അക്വസ് ഫേസിൽ ബെൻസോയിക് ആസിഡും BZ മൈനസും ഉണ്ട്. അപ്പൊ അതിനെയും എഴുതണം. സോ HBZ അക്വസ് ഫേസ് പ്ലസ് BZ മൈനസ് അക്വസ്. സോ ആരൊക്കെ ആയിട്ടാണ് നമ്മുടെ സൊല്യൂട്ട് ഡിസോസിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ അസോസിയേറ്റ് ആവുന്നത്? ആ ആൾക്കാരെ എല്ലാവരെയും ഓർഗാനിക് ഫേസത്തെയും അക്വസ് ഫേസത്തെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. എന്നിട്ടാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഓർഗാനിക് എപ്പോഴും ന്യൂമറേറ്ററിലും അക്വസ് എപ്പോഴും ഡിനോമിനേറ്ററിലും ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓർഗാനിക് ഫേസിൽ ഏതൊക്കെ ടേംസ് ആയിട്ട് നമ്മുടെ സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് എഴുതണം. അതേപോലെ തന്നെ അക്വസ് ഫേസിലും എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട് അവരെ എല്ലാവരെയും നിരത്തി എഴുതണം. മനസ്സിലായോ? ഒരു ടേം പോലും വിട്ടുപോകരുത്. സോ അതാണ് നമ്മുടെ എന്ത് ഡിസ്ട്രിബ്യൂഷൻ കോൺസ്റ്റന്റ്. സോ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു എറർ ഉണ്ട്, ഇവിടെ 2 വന്നിട്ടുണ്ട്, 2 ഇല്ല. HBZ ഹോൾ ട്വൈസ് ഓർഗാനിക്, അത്രയേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ എന്ത് ഡിസോസിയേഷൻ റേഷ്യോ. അപ്പൊ ഏതിന്റെ കേസിലാണ് ഡിസോസിയേഷൻ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്ന കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രീവിയസ് സ്ലൈഡിലേക്ക് പോവാം. അവിടെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റും ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോയും. സോ അതൊന്ന് വായിച്ചു നോക്കാം. സോ ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അപ്ലൈസ് ടു എ സിംഗിൾ കെമിക്കൽ സ്പീഷീസ് കോൺസ്റ്റന്റ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ. സോ ഐഡിയൽ കണ്ടീഷൻസിൽ അവിടെ എന്തായിരിക്കും? സിംഗിൾ കെമിക്കൽ സ്പീഷീസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദാറ്റ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും ഐഡിയൽ കണ്ടീഷൻസിൽ. സോ അതാണ് ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എന്താണ്? അപ്ലൈസ് ടു ടോട്ടൽ അനലിറ്റിക്കൽ കോൺസെൻട്രേഷൻ. അതായത് ഡിഫറെന്റ് ആയിട്ട് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിച്ചാലും അതിന്റെ കോൺസെൻട്രേഷന് മാറ്റം ഉണ്ടോ? മാറ്റമില്ല. അപ്പൊ അതിനെന്താണ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുകയാണ്. അതാണ് ടോട്ടൽ അനലിറ്റിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ ഡിസോസിയേഷൻ സംഭവിച്ച ആൾക്കാർ അല്ലെങ്കിൽ അസോസിയേഷൻ സംഭവിച്ച ആൾക്കാരെ എല്ലാത്തിനെയും നമ്മൾ ഒരു ഫേസിലുള്ളത് ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ ആണ്. സോ എന്താണ് പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഫ്രം അക്വസ് ഫേസ് ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ extent of extraction depends on volume ratio of phases. D is merely a concentration ratio. So ഇതാണ് പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ ഒരു ബ്രീഫ് ഐഡിയ. അതായത് എത്രത്തോളം നമ്മുടെ സൊല്യൂട്ട് ഒരു ഫേസിൽ നിന്നും അടുത്ത ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ നോക്കാം. ഓക്കെ,
സോ ഇതിനൊരു ഒരുപാട് ലെങ്തി ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്, അത് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫോർമുലയിലേക്കും സ്പെഷ്യൽ കേസിലേക്കും തിരിച്ചു വരാം. അപ്പൊ ഡെറിവേഷൻ നോക്കിയാലോ. സോ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു സൊല്യൂട്ട് അക്വസ് ഫേസിൽ നിന്ന് ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഓർഗാനിക് ഫേസ് എന്ന് പറയുന്നത് എഫ് ആണ് എന്ന് വിചാരിക്കുക. ആൻഡ് സോ ഇവിടെ എഴുതാട്ടോ. എഫ് ഇസ് ഈക്വൽ ടു amount of solute in organic phase and 1 minus F എന്ന് പറയുന്നത് അക്വസ് ഫേസിലുള്ള എമൗണ്ട് ആണെന്നും കൂടെ വിചാരിക്കുക. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസ് ഫേസ് ആണ് എന്ത് 1 minus F. ഓക്കെ, അക്വസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എങ്ങനെയാ ഡി എഴുതുന്നത്. ഡി എങ്ങനെയാ എഴുതുന്നത്? ഡി ഇസ് ഈക്വൽ ടു concentration of solute in organic phase divided by concentration of solute in aqueous phase ആണ് അല്ലെ. സോ ഇത് എനിക്ക് എങ്ങനെ എഴുതാം? ഈ കോൺസെൻട്രേഷനെ എനിക്ക് വേറൊരു ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലേ? അതായത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയൂം ഓഫ് ദ സോൾവെന്റ് എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ലേ? അങ്ങനെ പറ്റില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ഓർഗാനിക് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് ഓർഗാനിക് ഫേസും വി അക്വസ് എന്ന് പറയുന്നത് വോളിയൂം ഓഫ് അക്വസ് ഫേസ് ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയൂം ആണ് അല്ലെ. അപ്പൊ എനിക്ക് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം? എഫ് ഡിവൈഡഡ് ബൈ വി ഓർഗാനിക് ഡിവൈഡഡ് ബൈ 1 മൈനസ് എഫ് ഡിവൈഡഡ് ബൈ വി അക്വസ് എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഞാനിത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ് കിട്ടുക? ഡി ഇസ് ഈക്വൽ ടു എഫ് വി അക്വസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എഫ് ഇൻറ്റു വി ഓർഗാനിക് എന്ന് കിട്ടില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഡിയും ഡിനോമിനേറ്ററിലുള്ള ടേം തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ബ്രാക്കറ്റ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഡി വി ഓർഗാനിക് മൈനസ് ഡി എഫ് വി ഓർഗാനിക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി അക്വസ് എന്ന് കിട്ടി അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഉള്ള ടേംസിനെ എല്ലാത്തിനെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഡി വി ഓർഗാനിക് ഇസ് ഈക്വൽ ടു ഡി എഫ് വി ഓർഗാനിക് പ്ലസ് എഫ് അക്വസ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? എഫിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? അപ്പോ ഡി വി ഓർഗാനിക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി വി ഓർഗാനിക് പ്ലസ് വി അക്വസ് എനിക്ക് കിട്ടി. ഇത്രയും പാർട്ട് ഓക്കെ ആണോ? ഇത്രയും പാർട്ട് ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് എഫിനെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ എഴുതുക? എഫ് ഇസ് ഈക്വൽ ടു ഡി വി ഓർഗാനിക് ഡിവൈഡഡ് ബൈ ഡി വി ഓർഗാനിക് പ്ലസ് വി അക്വസ്. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? എഫ് ആണ് എനിക്ക് വേണ്ടത് അല്ലെ. എത്രത്തോളം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം അതാണ് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ സെപ്പറേഷൻ നടന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആള്. ഓക്കെ, അപ്പോ എത്രത്തോളം സൊല്യൂട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് എന്റെ ലക്ഷ്യം. സോ എഫ് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ഡി വി ഓർഗാനിക് ഡിവൈഡഡ് ബൈ വി ഓർഗാനിക് പ്ലസ് വി അക്വസ് എനിക്ക് കിട്ടി. ഇനി നോക്കുമ്പോൾ വി ഓർഗാനിക് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. സോ എനിക്ക് അതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തൂടെ? ഞാൻ ഇവിടെ വി ഓർഗാനിക്, ഇവിടെയും വി ഓർഗാനിക്, ഇവിടെയും വി ഓർഗാനിക് വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഫൈനലി എന്താണ് കിട്ടുന്നത്? എഫ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് വി അക്വസ് ഡിവൈഡഡ് ബൈ വി ഓർഗാനിക് എന്ന് ഫൈനൽ ഇക്വേഷൻ അല്ല എഫിന്റെ വാല്യൂ കിട്ടി. അപ്പൊ ഇത്രയായി. പക്ഷെ ഇതോടെ നമ്മുടെ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർസെന്റേജ് ആണല്ലേ. അപ്പൊ 100 എഫ് മുഴുവൻ എഫ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാലാണ് നമുക്ക് ഹൈലി എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ 100 എഫ് ആണ് എന്ത്? പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ. പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് 100 ഇൻറ്റു എഫ് ആണ്.
ഓക്കെ, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു 100 ആണ് എന്ത് പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? സോ അങ്ങനെയാണെങ്കിൽ എന്റെ പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 100D ഡിവൈഡഡ് ബൈ D പ്ലസ് V aqueous ഡിവൈഡഡ് ബൈ V ഓർഗാനിക്. സോ ഇതാണ് എന്റെ ഫൈനൽ ഇക്വേഷൻ. സോ പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് മുമ്പത്തെ സ്ലൈഡിലേക്ക് തിരിച്ചു പോവാം. ഈ ഇക്വേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇനീഷ്യൽ ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഓക്കെ ആണ്, പക്ഷെ എക്സാമിന് ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ന്യൂമറിക്കൽസ് വരാൻ സാധ്യതയുണ്ട്. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പോ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ ഇസ് ഈക്വൽ ടു 100D ഡിവൈഡഡ് ബൈ D പ്ലസ് V aqueous ഡിവൈഡഡ് ബൈ V ഓർഗാനിക്. സോ ഇമ്പോർട്ടന്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യുക, ന്യൂമറിക്കൽസിന് ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് സ്പെഷ്യൽ കേസ് എന്താണ് പറയുന്നത് നോക്കാം. അപ്പൊ നമ്മളിവിടെ V aqueousന്റെയും V ഓർഗാനിക്കിന്റെയും, അതായത് വോളിയം ഓഫ് അക്വസ് ഫേസും വോളിയം ഓഫ് ഓർഗാനിക് ഫേസും ഈക്വൽ ആയിട്ടല്ല കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടും നമ്മുടെ അക്വസ് ഫേസും ഓർഗാനിക് ഫേസും, സേ ഫോർ എക്സാമ്പിൾ രണ്ടും ഞാൻ 30 ml ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 30 ഡിവൈഡഡ് ബൈ 30 എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട് 1 ആയിട്ട് മാറില്ലേ? സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എൻറ്റയർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എൻറ്റയർ ഇക്വേഷന് പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ ഇസ് ഈക്വൽ ടു 100D ഡിവൈഡഡ് ബൈ D പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? കാരണം ഇത്രയും പോർഷൻ എങ്ങനെയായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ അതാണ് നമ്മുടെ സ്പെഷ്യൽ കേസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഗ്രാഫ് ആണ്, പെർസെന്റേജ് എക്സ്ട്രാക്ഷനിൽ വരുന്ന ഗ്രാഫ്. സോ ആദ്യം തന്നെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന റൈറ്റിംഗ്സ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോർ ദ എക്സ്ട്രാക്ഷൻ ടു ബി ഇൻ ദ റേഞ്ച് ഓഫ് 99 to 100%, ദ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ വിൽ വേരി ഫ്രം 99 to infinity. സോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ആദ്യം ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ ഇല്ലേ പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ, അത് നമുക്കൊന്ന് എഴുതാം. സോ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ is equal to 100D divided by D plus V aqueous divided by V organic അല്ലേ? ഓക്കെ, സോ ഇനി 100% എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കേസ് എന്താണ്? നമ്മുടെ സൊല്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് അക്വസ് ഫേസിൽ നിന്നും ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴല്ലേ നമ്മൾ 100% എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്വസ് ഫേസിലുള്ള നമ്മുടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അക്വസ് ഫേസിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഓക്കെ, സോ ഡീനെ നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ഓർഗാനിക് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എസ് ഓർഗാനിക് ഡിവൈഡഡ് ബൈ 0 ആവില്ലേ? സോ അങ്ങനെ ആവുമ്പം ഡി എന്താവും? ഡി ടെൻസ് ടു ഇൻഫിനിറ്റി. സോ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ 99% to 100% ആവുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് 99 to ഇൻഫിനിറ്റി വാല്യൂയിലേക്ക് എത്തും. പക്ഷെ ഇത് നമ്മൾ തിയററ്റിക്കലി ആണ് പറയുന്നത്. ഇനി ഗ്രാഫ് നോക്കിയേ. ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇനീഷ്യലി എങ്ങനെയാണ്, മെല്ലെയാണ് നമ്മുടെ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1 വരേക്ക് 50% ആവുന്ന സമയത്ത് എത്തുന്നുള്ളൂ. വെരാസ് അത് പിന്നെ സ്റ്റീപ്പ് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത് അല്ലെ? 100% എത്തുന്ന സമയത്തൊക്കെ സ്റ്റീപ്പ് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. ആൻഡ് അത് എവിടേക്കാ പോകുന്നത്? 99 ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോയിൽ ഒരു ലാർജ് ഡിഫറൻസ് ആണ് വരുന്നത് 99 to ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ. പക്ഷെ റിയൽ കേസിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത്ര ഡിഫറൻസ് വരില്ല, വളരെ സ്മോൾ ഡിഫറൻസസേ വരുള്ളൂ. ആൻഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കും. നമുക്കൊരു കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ പെർസെന്റേജ് എക്സ്ട്രാക്ഷനിൽ വരുന്ന ഗ്രാഫ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സെപ്പറേഷൻ ഫാക്ടർ ആണ്. സോ സെപ്പറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് കണ്ടു, ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ കണ്ടു. അപ്പൊ ഇതേപോലത്തെ തന്നെ ഒരു ടേം തന്നെയാണ് സെപ്പറേഷൻ ഫാക്ടർ. പക്ഷെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? അപ്പൊ നമ്മുടെ സൊല്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോമ്പണൻസ് ഉള്ള കേസിൽ ആ ഒരു സിസ്റ്റത്തിനെ, അതിന്റെ സെപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേഷൻ ഫാക്ടർ യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ നോക്കാം. expresses the effectiveness of separation between two components related to individual
distribution ratios. അപ്പൊ ഇവിടെ D1 and D2 എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഡിഫറെന്റ് കോമ്പോണൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ ആണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടല്ലേ? ഡി എന്ന് പറയുന്നത് S1 ആണ്, അതേപോലെ തന്നെ അല്ലെ, ഇതാണ് നമ്മുടെ റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ഇത് രണ്ട് ഡിഫറെന്റ് കോമ്പോണൻസിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പൊ ബീറ്റ വെച്ചിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ ഗുഡ് സെപ്പറേഷൻ ബീറ്റ ഷുഡ് ഡീവിയേറ്റ് ഫ്രം യൂണിറ്റി ആസ് ലാർജ്ലി ആസ് പോസിബിൾ. സോ ബീറ്റ എന്ന് പറയുന്നത് D1/D2 ചെയ്ത് കിട്ടുന്ന സാധനമാണ്. ആൻഡ് അതെന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഗുഡ് സെപ്പറേഷൻ, അതായത് ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള സെപ്പറേഷൻ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഡി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോസ് ആണ് ഓഫ് ടു ഡിഫറെന്റ് കോമ്പണൻസ്. അപ്പൊ ഫസ്റ്റ് D1 എന്ന് പറയുന്നത് ഞാൻ എഴുതാം, S1 എന്ന് പറയുന്നത് കോമ്പണന്റ് 1 ആണ്. ഓക്കെ, ഇൻ ഫേസ് 1. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ D1. D2 എന്ന് പറയുന്നത് കോമ്പണന്റ് 2, അതിന് ഞാൻ S2 എന്ന് കൊടുക്കാണ്, ഓർഗാനിക് അക്വസ്. ആൻഡ് ഇതിനെ കൂട്ടി എഴുതാം, ബീറ്റ ഇസ് ഈക്വൽ ടു എങ്ങനെയാ വരിക? ഡിവൈഡഡ് ബൈ S2 ഓർഗാനിക് ഡിവൈഡഡ് ബൈ S2 അക്വസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ വൃത്തിയിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സെപ്പറേഷൻ ഫാക്ടർ കിട്ടും. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്ന് മാത്രം. എസ് എന്ന് പറയുന്നത് S1 S2 രണ്ട് ഡിഫറെന്റ് സൊല്യൂട്ട്സിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ സെപ്പറേഷൻ ഫാക്ടർ ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് ആണ്. സോ ടെക്നിക്സ് ഫോർ റെപ്പിറ്റേറ്റീവ് കോണ്ടാക്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻ എന്താന്ന് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഒറ്റ പ്രാവശ്യം നമ്മൾ എക്സ്ട്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കംപ്ലീറ്റ്ലി നമ്മുടെ സൊല്യൂട്ട് അക്വസ് ഫേസിൽ നിന്നും ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് പോസിബിൾ അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ 2 or 3 തവണയൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സൊല്യൂട്ട് ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ആൻഡ് അങ്ങനത്തെ എക്സ്ട്രാക്ഷൻസിനാണ് എഫിഷ്യൻസിയും കൂടുതൽ. മച്ച് പ്യുവർ ആയിട്ടുള്ള സൊല്യൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ, മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഈ മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻ തന്നെ നമുക്ക് പല തരത്തിൽ ചെയ്യാം. അപ്പൊ അതാണ് ഈ ബാച്ച് എക്സ്ട്രാക്ഷൻ, കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ എന്നൊക്കെ കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ആദ്യം നമുക്ക് ബാച്ച് എക്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. സോ ബാച്ച് എക്സ്ട്രാക്ഷൻ, സിംഗിൾ കോണ്ടാക്ട് ബിറ്റ്വീൻ ഫേസസ് until equilibrium is attained, simple but limited efficiency for difficult separation. So batch extraction എന്ന് പറയുമ്പോൾ തന്നെ ഫണൽ അല്ലെ, സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാക്ഷൻസ് ആണ് ഓർമ്മ വരേണ്ടത്. ഇപ്പൊ സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അക്വസ് ഫേസും ഓർഗാനിക് ഫേസും, അക്വസ് ഫേസിലാണ് നമ്മുടെ എന്തുള്ളത്? സൊല്യൂട്ട് ഉള്ളത്. അതും അതേപോലെ തന്നെ ഓർഗാനിക് ഫേസും നമ്മൾ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നു അല്ലെ. ഒറ്റ പ്രാവശ്യം അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നു, സിംഗിൾ കോണ്ടാക്ട് ആണ് ഉണ്ടാവുന്നത്. ഒറ്റ പ്രാവശ്യം അല്ലെ ഷെയ്ക്കിംഗ് സംഭവിച്ചു, ഷെയ്ക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ സിംഗിൾ കോണ്ടാക്ട് ആണ് ഉണ്ടാവുന്നത് until equilibrium is attained. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, പക്ഷെ എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫിഷ്യന്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. മനസ്സിലായില്ലേ? ബാച്ച് എക്സ്ട്രാക്ഷൻ എന്താണ്? നമ്മൾ സിമ്പിൾ ആയിട്ട് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നതാണ്. ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ടു കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ. സോ കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സോക്സ്ലെറ്റ് എക്സ്ട്രാക്ടേഴ്സ് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിലൊക്കെയാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫേസ് റിപ്പീറ്റഡ്ലി കോണ്ടാക്ട് വിത്ത് ഫ്രഷ് പോർഷൻസ് ഓഫ് സെക്കൻഡ് ഫേസ്. ഇവിടെ ഓക്കെ, ഞാനൊരു സോക്സ്ലെറ്റ് അപ്പാരറ്റസ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സോ ഒരു റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ടാവും. ആൻഡ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഒരു സോക്സ്ലെറ്റ് അപ്പാരറ്റസ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും. കുറച്ച് ഡിഫറെന്റ് ആണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടൻസറും കൂടെ വരും. ഓക്കെ, സോ ഇതാണ് സംവാട്ട് നമ്മുടെ സംഭവം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കുക ഹൗ സോക്സ്ലെറ്റ് എക്സ്ട്രാക്ടേഴ്സ് ലുക്ക് ലൈക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ സോക്സ്ലെറ്റ് എക്സ്ട്രാക്ടർ. ഇതില് എന്തൊക്കെയുണ്ട് നോക്കിയേ. ഇവിടെയാണ് എന്റെ സാമ്പിൾ ഉള്ളത്. ഈ ഒരു പോർഷനിൽ എന്റെ സാമ്പിൾ ഉണ്ട്, ഈ ഒരു പോർഷനിൽ എന്റെ സാമ്പിൾ ഉണ്ട്. ആൻഡ് താഴത്തെ പോർഷൻ, ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലെ അവിടെയാണ് ഞാൻ എന്റെ ഓർഗാനിക് ഫേസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി എന്ത് ചെയ്തു? ഓർഗാനിക് ഫേസ് ഒഴിച്ചു. ആൻഡ് ഇത്
താഴേക്ക് ഇറങ്ങി വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് കോളം മേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ താഴേക്ക് വരും. നൗ നമ്മൾ എന്താ പറയാ, ചൂടാക്കുന്ന സമയത്ത്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇവിടെയുള്ള ആള് ഇതിൽ കൂടെ ഇങ്ങോട്ട് വരും. നമ്മുടെ സോൾവെന്റ് എങ്ങോട്ട് വരും? നമ്മുടെ സാമ്പിളിലേക്ക് വരും, വേപ്പർ ആയിട്ട്. ഓക്കെ, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വേപ്പർ ആയിട്ട് ഇങ്ങനെ വരും ആൻഡ് ഇവിടെ കണ്ടൻസ് ചെയ്യും ആൻഡ് നമ്മുടെ സാമ്പിളിലേക്ക് വീഴും. ആൻഡ് ഈ സാമ്പിളിലുള്ള ഒരു കോമ്പണന്റ് അല്ലെങ്കിൽ സൊല്യൂട്ടിനെ ഈ ഓർഗാനിക് ഫേസ് ഡിസോൾവ് ചെയ്യും ആൻഡ് ദെൻ ഇതിലൂടെ പുറത്തേക്ക് വരും, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ആൻഡ് തിരിച്ച് പിന്നെയും നമ്മുടെ എന്താ വരിക, സോൾവെന്റ് ആണ് വരിക. അപ്പൊ ഇവിടേക്ക് നമ്മുടെ സാമ്പിൾ വന്ന് കിടക്കും ആൻഡ് സൊല്യൂട്ട് സോൾവെന്റ് ഇതിലൂടെ പിന്നെയും വന്ന് കണ്ടൻസ് ചെയ്യപ്പെട്ട് നമ്മുടെ സാമ്പിളിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. പുതിയ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഫേസ് ഓരോ പ്രാവശ്യവും നമ്മുടെ സാമ്പിൾ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ സാമ്പിളിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് മനസ്സിലായോ? കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ മനസ്സിലായില്ലേ? സോക്സ്ലെറ്റ് എക്സ്ട്രാക്ടർ ആണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഡിസ്കണ്ടിന്യൂസിനാണ്. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫേസ്, ഏതെങ്കിലും ഒരു ഫേസ് നമുക്ക് അതിനൊരു ഡിഫറെന്റ് ട്യൂബ്സ് ഒക്കെ കണക്ട് ചെയ്ത ഒരു അപ്പാരറ്റസ് ആണ് ഉള്ളത്. അപ്പോ അതില് സെക്കൻഡ് ഫേസ് ഒരു സ്റ്റേഷനറി ഫേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ആൻഡ് ഒരു ഫേസ് അക്വസ് ഫേസ് ആയിരിക്കും മോസ്റ്റ്ലി എന്തായിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് ഫേസ് മൂവബിൾ ആയിരിക്കും. അത് മൂവ് ചെയ്യും ഓരോ ടൈമും, അതായിരിക്കും മൂവ് ചെയ്ത് എക്സ്ട്രാക്ഷൻ സംഭവിക്കുന്നത്. വേറാസ് കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയുമ്പോഴോ രണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവും. ഓക്കെ, ബോത്ത് ഫേസസ് മൂവ് കണ്ടിന്യൂസ്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ രണ്ട് ട്യൂബ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓർഗാനിക് ഫേസ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അക്വസ് ഫേസ് ഇങ്ങോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ കണ്ടിന്യൂസ് കൗണ്ടർ കറന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ഉണ്ടാവുക. ആൻഡ് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ആണ് അവിടെ ഉണ്ടാവുക. അതിന് എക്സാമ്പിൾ ആണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അനലോഗി. ഇനി നമുക്ക് നോക്കാനുള്ള സെക്ഷൻ ആണ് മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് വിത്ത് സക്സസീവ് പോർഷൻസ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗാനിക് ഫേസ് ഇല്ലേ, ഓർഗാനിക് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാതെ ഓർഗാനിക് ഫേസ് ഇപ്പൊ 30 ml ഓർഗാനിക് ഫേസ് ഉണ്ടെങ്കിൽ അത് 5 ml 5 ml 5 ml ആയിട്ട് യൂസ് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഈ മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻ വിത്ത് സക്സസീവ് പോർഷൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ഡെറിവേഷൻ നോക്കാനുണ്ട്, നോക്കിയാലോ? എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. സോ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, W ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ആണ് അക്വസ് ഫേസിലുള്ളത് ആൻഡ് അതിന് എന്ത് ചെയ്യുന്നു, ഓർഗാനിക് ഫേസ് ആയിട്ട് കോണ്ടാക്ട് വന്നു ആൻഡ് അത് ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു കുറച്ച്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി എന്റെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസ് ഫേസ് എന്താ, W ആയിട്ട് എടുത്തു, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസ് ഫേസ്. ഇനി റിമൈനിങ് പോർഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ അക്വസ് ഫേസിനെ ഞാൻ W1 ആക്കി എടുക്കുകയാണ്. W1 എന്ന് പറയുന്നത് റിമൈനിങ് പോർഷൻ ഓഫ് സൊല്യൂട്ട് ആണ്, റിമൈനിങ് സൊല്യൂട്ട് ഇൻ അക്വസ് ഫേസ്. അതിനെ ഞാൻ W1 ആക്കി എടുത്തു. ആൻഡ് ഓൾസോ V1 എന്ന് പറയുന്നത് ഓർഗാനിക് ഫേസും V2 എന്ന് പറയുന്നത് അക്വസ് ഫേസിന്റെയും വോള്യൂ ആണ്. സോറി, ഞാൻ തിരിച്ചൊന്ന് എഴുതിപ്പോയി. സോ V1 എന്ന് പറയുന്നത് അക്വസ് ഫേസിന്റെയും V2 എന്ന് പറയുന്നത് ഓർഗാനിക് ഫേസിന്റെയും വോള്യൂ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസ് ഫേസ് എന്ന് പറയുന്ന എസ് അക്വസ് അല്ലെങ്കിൽ S1 എന്ന് പറയുന്നത് W1 by V1 ആണ് അല്ലേ? W1 by V1 ആണ്. ഓക്കെ, then concentration of solute in organic phase, that is S organic എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഗാനിക് എന്ന് പറയുന്നത് W minus W1 ആയിരിക്കും അല്ലെ? W ആയിരുന്നു ഇനീഷ്യൽ ആൻഡ് W1 ആണ് ഇപ്പൊ റിമൈനിങ് ആയിട്ടുള്ളത്. ആൻഡ് അപ്പോ ഓർഗാനിക് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എത്രയായിരിക്കും? W minus W1 divided by V2 ആയിരിക്കും. W minus W1 by V2. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ കിട്ടി? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസും ഓർഗാനിക് ഫേസസും കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് D കണ്ടൂടെ? സോ D എന്താണ്? S ഓർഗാനിക് ഡിവൈഡഡ് ബൈ S അക്വസ് ആണ്.
സോ അതിങ്ങനെ എഴുതാം W minus W1 divided by V2 whole divided by W1 divided by V1. So rearrange ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും W minus W1 into V1 divided by W1 into V2. സോ ഇങ്ങനെയാണ് D വരുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഡബ്ല്യുവിനെ പുറത്തെടുക്കാം, W1നെ പുറത്തെടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലോ W1 is equal to ഇങ്ങനെ വരാം, W1 is equal to W into V1 divided by dV2 plus V1 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ W1ന്റെ റെസ്പെക്റ്റീവ് ആയിട്ട് ഞാൻ എഴുതുന്ന സമയത്ത് എന്റെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും നേരം നമ്മൾ ഡി ആണ് കേട്ടോ, ഡി ആണ് കിട്ടിയത്, ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമ്മൾ W1നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒരു പോർഷൻ ഓഫ് ഓർഗാനിക് ഫേസ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാണ്. ആ സമയത്ത് ആ ഒരു എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പോർഷൻ ഓഫ് സൊല്യൂട്ട് ആണ് അക്വസ് ഫേസിൽ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് W2 ആണ്. ഓക്കെ, W2 amount ഓഫ് സൊല്യൂട്ട് ആണ് അക്വസ് ഫേസിൽ ബാക്കിയുള്ളത്. സോറി, കോൺസെൻട്രേഷൻ വെച്ച് എഴുതി. സോ W2 ആണ് നമ്മുടെ എമൗണ്ട്. ഓക്കെ, റിമൈനിങ് ആഫ്റ്റർ വൺ മോർ എക്സ്ട്രാക്ഷൻ. അപ്പൊ വൺ മോർ എക്സ്ട്രാക്ഷൻ കഴിയുന്ന സമയത്ത് സൊല്യൂട്ടിന്റെ എമൗണ്ട് ഇൻ അക്വസ് ഫേസ് എന്ന് പറയുന്നത് W2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ W2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? W2 എന്ന് പറയുന്നത് W2 is equal to W1 into V1 divided by dV2 plus V1 എന്നാണ് കിട്ടുക. ഓക്കെ, W2 എന്ന് പറയുന്നത് W1 into V1 divided by dV2 plus V1 എന്നാണ് കിട്ടുക. സെയിം മാനർ നമുക്ക് ഇത് മാറ്റിയാൽ മതി. ഇവിടെ ഒന്ന് മാറ്റി നോക്കിയാൽ കിട്ടും. ഇതേപോലെ തന്നെ ഡിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ W3 എന്ന് പറയുന്നത് എങ്ങനെയാ വരികയെന്നറിയോ? W3 എന്ന് പറയുന്നത് W2 into V1 divided by dV2 plus V1 ആണ്. സോ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ വരിക? W3 എന്ന് പറയുന്നത് W2 എന്ന് പറയുന്നത് എന്താ? W1 ആണ്. W1 എന്ന് പറയുന്നത് ഇതാണ്, W into V1 divided by dV2 plus V1 ആണ്. ആൻഡ് ഓൾസോ ഇവിടെ പ്രസന്റ് ആയിട്ട് ഒരു V1 ഡിവൈഡഡ് ബൈ dV2ന്റെ ആ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടുക? W2 is equal to W into V1 divided by dV2 plus V1 the whole square എന്നല്ലേ വരുന്നത്. അപ്പോ രണ്ടാമത്തെ എക്സ്ട്രാക്ഷന് ശേഷം എനിക്ക് ഒരു സ്ക്വയർ കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എക്സ്ട്രാക്ഷന് ശേഷം എനിക്ക് എന്തായിരിക്കും ടേം വരിക? എന്റെ ഇക്വേഷനിൽ ഒരു ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ എക്സ്ട്രാക്ഷൻ കഴിയുന്ന സമയത്ത് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് W into V1 divided by dV2 plus V1 the whole cube എന്നായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇക്വേഷൻ ഇവിടെ നിന്ന് ജനറലൈസ് ചെയ്ത് മേക്ക് ഔട്ട് ചെയ്യാം. എങ്ങനെയാണ്? അതെ, n എക്സ്ട്രാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് WN ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ആ WN എന്ന് പറയുന്നത് എങ്ങനെയാ? W into V1 divided by dV2 plus V1 the whole raised to n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസീവ് എക്സ്ട്രാക്ഷൻസ് ആണ്. സോ n ടൈംസ് ചെയ്യുമ്പോൾ WN ആയിരിക്കും അക്വസ് ഫേസിൽ റിമെയിൻ ചെയ്യുന്ന സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ. സോ ഇങ്ങനെയാണ് നമ്മുടെ മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻ വരുന്നത്. ഈ ഒരു ഫോർമുലയാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒപ്റ്റിമൈസേഷൻ പ്രിൻസിപ്പിൾ നോക്കാം. ബെസ്റ്റ് എക്സ്ട്രാക്ഷൻ റിസൾട്ട്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ എ റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രാക്ഷൻസ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് സോൾവെന്റ്. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു പ്രാവശ്യം എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം സ്മോൾ എമൗണ്ട് ഓഫ് സോൾവെന്റ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടും. ഇത്രയും പോർഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. ആൻഡ് നമുക്ക് ഇനി ഫർദർ ഈ ടോപ്പിക്സിൽ, ഇന്ന് നോക്കിയ ടോപ്പിക്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. The partition coefficient of iodine between chloroform and water is 132. What percentage of iodine dissolved in 100 ml of water will remain in aqueous phase if it is contacted to equilibrium with 50 ml of CHCl3? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതണം. ആൻഡ് ഓൾസോ ഇക്വേഷൻ വെച്ച് അതിനെ കണക്ട് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? ദ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഓഫ് അയഡിൻ ബിറ്റ്വീൻ ക്ലോറോഫോം ആൻഡ് വാട്ടർ ഇസ് 132 എന്ന് തന്നിട്ടുണ്ട്.
അപ്പോ നമുക്ക് മനസ്സിലായി അയോഡിൻ ആണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫേസ് ആൻഡ് അക്വസ് ഫേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്ലോറോഫോമും വാട്ടറും ആണ്. സോ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് എന്താണ്? ഡി ആണ് അല്ലെ. ഡി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 132 ആണെന്ന് തന്നിട്ടുണ്ട്. Now, what percentage of iodine dissolved in 100 ml of water? അപ്പോ വോളിയം ഓഫ് അക്വസ് ഫേസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. V aqueous is equal to 100 ml. Then, if it is contacted to equilibrium with 50 ml of CaCl3, അപ്പോൾ V organic is equal to 50 ml. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ ഇക്വേഷൻ വെച്ച് ഇക്വേറ്റ് ചെയ്തൂടെ? എന്താ വരുന്നത്? പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ is equal to 100D divided by D plus V aqueous divided by V organic. അല്ലെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പൊ പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ is equal to 100 into 132 divided by 132 plus V aqueous 100 divided by 50. ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെയാ വരിക? പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ is equal to 13200 divided by 132 plus 2 കിട്ടില്ലേ? ഇത് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് 2 എന്ന് കിട്ടും. സോ ഞാനിതിന് 134 എന്ന് എഴുതാണ്. 134 ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ ഓൾമോസ്റ്റ് വരുന്നത് 98.51% ആണ്. അപ്പൊ എന്റെ ആൻസർ ആയോ? എന്റെ പ്രോബ്ലം കംപ്ലീറ്റ് ആയോ? ഇല്ല, എന്റെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഇത് വെച്ച് നിർത്തും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് പെർസെന്റേജ് ഓഫ് അയോഡിൻ ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് വാട്ടർ വിൽ റിമെയിൻ ഇൻ അക്വസ് ഫേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ 98.51 എന്ന് പറയുന്നത് അയോഡിൻ ട്രാൻസ്ഫേർഡ് ഫ്രം അക്വസ് ഫേസ് ടു ഓർഗാനിക് ഫേസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എത്ര എമൗണ്ട് അയോഡിൻ ആണ് അക്വസ് ഫേസിൽ റിമെയിൻ ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100 minus 98.51 ചെയ്യണം, which is equal to 1.49%. സോ ഇതാണ് ആൻസർ വരുന്നത്. തെറ്റിക്കാതിരിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇതാണ് എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Two metals A and B form chelates with dithiazone and extracted with chloroform. What should be the distribution ratio of their distribution ratios so that 99% of B remains in aqueous phase and 99% of A goes to organic? So ഇത് നമ്മൾ മുമ്പ് ഈ ഒരു കേസ് കണ്ടിരുന്നു. സെപ്പറേഷൻ ഫാക്ടർ യൂസ് ചെയ്യുന്നു ആണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് രണ്ട് സൊല്യൂട്ട്സ് പ്രസന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ സൊല്യൂട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോസ് ആണ്. ആൻഡ് തന്നിട്ടുണ്ട് ഓക്കെ 99% ഓഫ് എ ഗോസ് ടു ഓർഗാനിക് ഫേസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈക്വൽ വോള്യൂം ഓഫ് ഓർഗാനിക് ഫേസ് ആൻഡ് അക്വസ് ഫേസ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ഇതും ഒരു പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ പെർസെന്റേജ് എക്സ്ട്രാക്ഷന്റെ ഇക്വേഷൻ എഴുതാം. 100D divided by D plus V aqueous divided by V organic. ഇനി ഇവിടെ എന്ത് മോഡിഫിക്കേഷൻ ചെയ്യാം? V aqueous divided by V organicനെ നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. കാരണം ഈക്വൽ വോളിയം പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ അതിനെ 1 എന്ന് എഴുതാണ്. Now നമുക്ക് ഫസ്റ്റത്തെ കണ്ടീഷൻ ആഡ് ചെയ്യാം. 99% ഓഫ് എ ഗോസ് ടു ഓർഗാനിക് ഫേസ്. അപ്പൊ അതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് മനസ്സിലായില്ലേ? എ ആണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആൻഡ് അത് അക്വസിൽ നിന്നും ഓർഗാനിക് ഫേസിലേക്ക് പോവാണ്. അപ്പൊ അത് എഴുതാം. 99 is equal to 100 DA divided by DA plus 1. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് വേണ്ടത്? DA ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് മാറ്റി എഴുതിക്കൂടെ? ഈ 99 എന്നുള്ളതിനെ എനിക്ക് മാറ്റി എഴുതാലോ അല്ലെ? അതിനെ ഈ 100 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ 0.99 is equal to DA by DA plus 1 എന്ന് എഴുതാണ്. ആൻഡ് then ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.99 into DA plus 1 is equal to DA. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, is equal to DA. then DA ടേംസിനെയൊക്കെ ഒരു സൈഡിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ എനിക്ക് 0.101 DA is equal to 0.99 എന്ന് കിട്ടി. ആൻഡ് ഓൾസോ DA is equal to 99 എന്ന് കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ ഓഫ് ബി ഇൻ
അക്വസ് ഫേസ് അതും കൂടെ കാണുകയാണ്. ഓക്കെ, ഇതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? തിരിച്ചിട്ട് കൊടുത്താൽ പോരെ? തിരിച്ചെങ്ങനെയാ ഇടുന്നത്? റിമൈനിങ് ആയിട്ടുള്ളതാണ് അല്ലേ ഇടേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് 99% ഓഫ് ബി റിമെയിൻസ് ഇൻ അക്വസ് ഫേസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോ ഒരു 1% ആണ് ഓർഗാനിക് ഫേസിലേക്ക് പോയിരിക്കുന്നത് അല്ലേ. അപ്പോ 0.01 ഇസ് ഈക്വൽ ടു ഡി ബി ഡിവൈഡഡ് ബൈ ഡി ബി പ്ലസ് 1 എന്ന് എനിക്ക് എഴുതാം. ആൻഡ് സെയിം മാനറിൽ ഞാൻ ചെയ്തു വരുമ്പോൾ എനിക്ക് 0.99 ഡി ബി ഇസ് ഈക്വൽ ടു 0.01 എന്ന് കിട്ടും. ആൻഡ് ഡി ബി ഇസ് ഈക്വൽ ടു 0.01 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ നമുക്ക് കാണേണ്ടത്? നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? ഡി എ കിട്ടി ആൻഡ് ഡി ബി കിട്ടി അല്ലെ. ഡി എ കിട്ടി ആൻഡ് ഡി ബി കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോസ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ റേഷ്യോ കാണാനുള്ള ഇത് എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ബീറ്റ അല്ലെ. ബീറ്റ ഇസ് ഈക്വൽ ടു ഡി എ ഡിവൈഡഡ് ബൈ ഡി ബി ആണെന്ന് പഠിച്ചു. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീറ്റ ഇസ് ഈക്വൽ ടു 99 ഡിവൈഡഡ് ബൈ 0.01 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാ വരുന്നത്? ഓൾമോസ്റ്റ് 9801 ആണ് കിട്ടുന്നത്. ആൻഡ് ഇതിന് എനിക്ക് 9.8 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 എന്ന് എഴുതാം. സോ വിച്ച് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 ടു ദ പവർ ഓഫ് 4. ഈ 9.8നെ ഞാൻ 10 ആക്കി എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 10 ടു ദ പവർ ഓഫ് 4. സോ ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോന്റെ റേഷ്യോ. ഓക്കെ, സോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? സോ നമ്മൾ ഇന്ന് ഫേസ് റൂൾ നോക്കി, നെർൺസ് ലോ നോക്കി, ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോസ് നോക്കി, സെപ്പറേഷൻ ഫാക്ടേഴ്സ് നോക്കി. പിന്നെ നമ്മൾ കുറച്ച് മാത്ത് ആൻഡ് എഫിഷ്യൻസി, അതായത് പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് പെർസെന്റേജ് എക്സ്ട്രാക്ഷൻ വരുന്നത് എന്നും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഈ വീഡിയോയിൽ വരുന്നത്. ആൻഡ് താങ്ക് യു.